എല്ലാവർക്കും റിഡക്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റീസെൻ്റ്ലി കർണാടകയിൽ നടന്ന ഒരു ഈവൻ്റാണ്. കർണാടകയിലെ ഒരു സ്ത്രീ ഓല ആപ്പ് ബുക്ക് ചെയ്യുന്നു. ക്യാബ് വരുന്നു ആൻഡ് സ്ത്രീ ആ ക്യാബിൽ കയറുന്നു. പക്ഷേ ആ ഡ്രൈവറിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് അവർക്കുണ്ടാകുന്നത്. അവർ ഉടൻ തന്നെ ഓലയ്ക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഈ വ്യക്തിയിൽ നിന്ന് എനിക്ക് സെക്ഷൽ ഹരാസ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്ന്. ഓല അപ്പോൾ തന്നെ ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നു. ആ സ്ത്രീയെ പോലീസ് കംപ്ലയിൻറ്റ് നടത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ ഓലയുടെ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയിൽ വന്നിട്ട് എനിക്കിതിനൊരു നീതി വേണം, ഇതൊരു പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് പോഷ് ആക്ട് പ്രകാരം ഒരു നടപടി എടുക്കണം എന്ന് ഓലയോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഓല തിരിച്ചു പറയുന്നത് ഇത് ഞങ്ങളുടെ എംപ്ലോയി അല്ല, ഈ വ്യക്തിയായിട്ട് നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഇവരെല്ലാം ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടേഴ്സാണ്, അപ്പോൾ നമുക്ക് ഇവരുമായിട്ട് ഒരു ഡീലും ഇല്ല, നമുക്കങ്ങനെ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്നുള്ള നിയമം ഇവിടെ അപ്ലൈ ആകത്തില്ല. കാരണം പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് ആകണമെങ്കിൽ ഇത് എംപ്ലോയി ആയിരിക്കണം. അപ്പോൾ ഓലയുടെ ഈ ഒരു മറുപടിയിൽ അതൃപ്തിയുള്ള ആ സ്ത്രീ കോടതിയിൽ പോയി കേസ് കൊടുത്തു. അപ്പോൾ കോടതി ഇവിടെ ഒരു നിരീക്ഷണം നടത്തി. കോടതി കണ്ടെത്തിയത് ഈ വ്യക്തിക്ക് ഏതൊക്കെ കസ്റ്റമറിൽ നിന്ന് ഓർഡർ കിട്ടണമെന്നും ഏതൊക്കെ റൂട്ടിലൂടെ പോകണമെന്നും ഫെയർ എങ്ങനെ വാങ്ങണമെന്നും കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്നും എല്ലാത്തിലും ഗൈഡ് ലൈൻ കൊണ്ടുവരുന്നതും ഇതിനെ കൺട്രോൾ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ഒക്കെ ഓലയാണ്. അപ്പോൾ ഓലയ്ക്ക് ഇത്തരം ഒഴിവുകഴിവുകൾ പറഞ്ഞ് മാറാൻ പറ്റില്ല. ബേസിക്കലി ഈ വ്യക്തിയും ഈ ഓലയും തമ്മിൽ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ബേസിക്കലി ഇവിടെ കോടതി നടത്തിയത് കൺട്രോൾ ടെസ്റ്റാണ്. കൺട്രോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ എന്ത് തരത്തിലുള്ള റിലേഷനാണെന്ന് കണ്ടെത്തുന്ന ഒരു ടെസ്റ്റാണ്. ബേസിക്കലി ഒരു എൻറ്റിറ്റി ഒരു വ്യക്തിയുടെ പുറത്ത് ആ വ്യക്തി എങ്ങനെ ജോലി ചെയ്യണം, എന്ത് ജോലി ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എംപ്ലോയി റിലേഷൻ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഓലയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, ഓലയുടെ പാരന്റ് കമ്പനിയായ ANI ടെക്നോളജീസിന് ഒരു 10 ലക്ഷം പിഴയും കൊടുത്തു. ഈ സ്ത്രീക്ക് 10 ലക്ഷം രൂപ പിഴ കൊടുക്കണം. അപ്പോൾ എന്നോട് ചെയ്തൊരു ഗുഡ് കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് ഗുഡ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ ഓല, ഊബർ ഇങ്ങനെയുള്ള കമ്പനികൾ ഞങ്ങളുടെ എംപ്ലോയി ആണ് ഇത് എന്ന് സമ്മതിക്കുന്നില്ലായിരുന്നു. ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാം ഒന്നെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടേഴ്സാണ്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സാണ്, അല്ലെങ്കിൽ ഇവരെല്ലാം ഈ ഫ്രീലാൻസേഴ്സാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ വെച്ചിട്ട് ഞങ്ങൾ ഇവരുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ഇന്ത്യയിൽ ഇത്തരം ഗിഗ് എക്കോണമി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഗിഗ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓല, ഊബർ, സ്വിഗ്ഗി, സൊമാറ്റോ ഇവരൊക്കെ ചെയ്യുന്ന മാതിരിയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നു, ആ ആപ്പ് നിങ്ങൾക്ക് ജോലി തരുന്നു, നിങ്ങൾ ആ ജോലി പോയി ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ അതിൽ കുറച്ച് കമ്മീഷൻ ആപ്പ് എടുക്കുന്നു, ബാക്കി നിങ്ങൾ തരുന്നു, അത് നിങ്ങൾ നിങ്ങളുടെ വേറെ ജോലിക്ക് പോകുന്നു. ഏത് സമയം നിങ്ങൾക്ക് ഈ ആപ്പിൽ ലോഗിൻ ചെയ്യാം, ഏത് സമയം നിങ്ങൾക്ക് ഈ പണി നിർത്താം, ഇങ്ങനെയുള്ള ഒരു ഫ്രീഡം തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗിഗ് എക്കണോമി ഇന്ത്യയിൽ ബൂം ആവുന്നുണ്ട്. ഇന്ത്യയിൽ ഇതിന് നല്ല വളർച്ച ഉണ്ടെന്ന് തന്നെയാണ് പഠനങ്ങളും റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഗിഗ് എക്കോണമി ബൂം ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗിഗ് എക്കോണമി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു മിനിമം സേഫ്റ്റി ഇല്ല. ഇവിടുത്തെ ലേബർ നിയമങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇവർക്ക് ബാധകമാകില്ല. ഇപ്പം മിനിമം വേതനം കിട്ടണമെന്നോ അല്ലെങ്കിൽ PF കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം, ഇങ്ങനെയുള്ള മിനിമം കാര്യങ്ങളൊന്നും പലപ്പോഴും ഇത് പാലിക്കപ്പെടാറില്ല. അതിന് ഇവർ കണ്ടെത്തുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ എംപ്ലോയി അല്ല, എംപ്ലോയീസിനല്ല ഇതൊക്കെ കൊടുക്കേണ്ടത്, നിങ്ങളൊന്നും എംപ്ലോയീസ് അല്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞാണ് ഇവർ ഒഴിയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കോടതി നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു എംപ്ലോയി റിലേഷൻ ആണെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്തരം വിധികൾ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ ഇത്തരം ഗിഗ് എക്കണോമിയിലുള്ള ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഇത്തരം കോടതി വിധികൾ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഒഴിയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ പേപ്പർ എംപ്ലോയർ അല്ലെങ്കിലും ഇൻ പ്രാക്ടീസ് അതൊരു എംപ്ലോയി റിലേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള അവകാശങ്ങൾ നിങ്ങൾക്ക് തരാതെ മുങ്ങാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട എന്നുള്ള ഡിസ്കഷൻസിന് വാതിൽ തുറക്കുന്ന കോടതി വിധിയാണ്. അപ്പോൾ ഇത്തരം വിധികൾ ഇനി ഉണ്ടാവട്ടെ. ഇതുവരെ ഇത്തരം ഗിഗ് എക്കണോമി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിൽ നിന്ന് സ്വന്തം റെസ്പോൺസിബിലിറ്റി നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരുന്ന കമ്പനികൾക്ക് ഇനി കുറച്ച് പണി കിട്ടാനുള്ള ഒരു സാധ്യതയാണ് തുറന്നു വന്നിരിക്കുന്നത്.